നമസ്കാരം. കേരളത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ ഒരു പിണറായിസ് അരങ്ങേറിയിട്ടുണ്ട്. 72ഓളം രജിസ്ട്രാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധന. 15 പേരിൽ നിന്നായിട്ട് പിടിച്ചെടുത്തത് ഒന്നും രണ്ടും പൈസയല്ല, 1,46,375 രൂപ. അതിനും തീർന്നിട്ടില്ല. ഓഫീസുകളിൽ നിന്ന് പിടിച്ചെടുത്തത് ഇത് കൂടാഞ്ഞിട്ട് 37,850 രൂപ. ഉദ്യോഗസ്ഥരുടെ കൈവശത്ത് നിന്ന് 15,000-ൽ പരം രൂപ വേറെയും. അറിയാലോ, കേരളത്തിലെ ഭൂമി സംബന്ധമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ക്രയവിക്രയങ്ങൾ നടക്കുന്ന സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ മിന്നൽ പരിശോധന എന്ന് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ? സെക്യൂർ ലാൻഡ് എന്ന പേരിൽ ഇന്ന് നടത്തിയ പരിശോധന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഭൂമി സംബന്ധമായിട്ടുള്ള പല തരത്തിലുള്ള അഴിമതികൾ അരങ്ങേറുന്നുണ്ടെന്നുള്ള വ്യാപക പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് രാവിലെ അങ്ങ് കയറിയപ്പോ അവിടെ ആചാരങ്ങളുടെ ഘോഷയാത്ര അങ്ങ് നടക്കുകയാണ്. ഏതാചാരങ്ങളുടെ? കൈക്കൂലി ആചാരങ്ങളുടെ ഘോഷയാത്ര. ഇവിടെ 1000-ഓളം ഉദ്യോഗസ്ഥരെയാണ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കൈക്കൂലിയുടെ പേരിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടത്. അതുകൊണ്ടൊന്നും ചില താപ്പാനകൾ ഇതുവരെയും പഠിച്ചിട്ടില്ല. കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം പരമാവധി കൈക്കൂലി മേടിക്കണം, ഓഫീസിലേക്ക് വരുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം, പണം കിട്ടിയില്ലെങ്കിൽ എങ്ങനെയൊക്കെ നടത്തിക്കാം, ആ മനസ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന പലരും ഇന്നുമുണ്ട്. അവർക്കെല്ലാവർക്കും ഒരു മിന്നൽ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ് രാവിലെ വിജിലൻസിന്റെ പരിശോധന നടന്നത്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു എന്നൊരു ഉദ്യോഗസ്ഥന്റെ ആത്മഹത്യ ഉണ്ടായി. ഒരു പെട്രോൾ പമ്പിന്റെ NOC കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അന്ന് PP ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ചടങ്ങിൽ പരസ്യമായി പ്രതികരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഒരു കുറിപ്പ് പോലും പുറത്തു വന്നില്ല. പക്ഷേ ആത്മഹത്യക്ക് കാരണം അദ്ദേഹത്തിന് മനോവിഷമമുണ്ടായി, അഴിമതി ഉണ്ട് എന്നറിഞ്ഞ് ആ വിഷയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു വനിത പ്രതികരിച്ചു എന്നതായിരുന്നു കാര്യം. അതിന്റെ പേരിൽ അവർ വേട്ടയാടപ്പെട്ടത് ചില്ലറയല്ല. മാധ്യമ വിചാരണയ്ക്ക് ഇരയായതും നമ്മൾ കണ്ടതാണ്. സമാനതകളില്ലാത്ത രീതിയിലാണ് അവരെ വേട്ടയാടപ്പെട്ടത്. പക്ഷെ ഇന്നിപ്പോ റവന്യൂ വകുപ്പിനകത്ത് ഒരു മിന്നൽ പരിശോധന നടത്തുമ്പോൾ സംസ്ഥാനത്തെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടക്കുന്ന ഇടങ്ങളിലെല്ലാം എത്രമാത്രം കൈക്കൂലി അരങ്ങു വാഴുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് 15 ഉദ്യോഗസ്ഥരിൽ നിന്ന് ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. ഇതാണ് പുതിയ കാലഘട്ടത്തിൽ അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പിണറായിസം. ആ പിണറായിസത്തിൽ സബ് രജിസ്ട്രാർ മേഖല മുഴുവൻ അന്തം വിട്ടു നിൽക്കുന്ന അവസ്ഥയുണ്ട്. അഴിമതി പരിപൂർണമായി തുടച്ചു നീക്കിയിട്ടുണ്ടെന്ന് ആരും അവകാശപ്പെടുന്നില്ല. പക്ഷെ അത് ഇല്ലാതാക്കാൻ വേണ്ടി അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലായിക്കോട്ടെ, പുതിയ കാലഘട്ടത്തിന് അടിസ്ഥാനപ്പെടുത്തി ഡിജിറ്റൽ മാർഗത്തിലുള്ള ജനങ്ങൾ നേരിട്ട് എത്താതെയുള്ള പല തരത്തിലുള്ള പരിഷ്കരണങ്ങൾ, അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ഉൾപ്പെടെയുള്ള സർക്കാർ ഓഫീസുകളിലേക്ക് നേരിട്ട് പോകാതെ അക്ഷയ മുഖേന അപേക്ഷ കൊടുത്ത് തിരിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് ഉദ്യോഗസ്ഥരും ജനങ്ങളും പരസ്പരം കാണാതെ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയിട്ടും ചില മേഖലകളിൽ ഇപ്പോഴും ചില താപ്പാനകൾക്ക് എങ്ങനെയും കൈക്കൂലി വാങ്ങിച്ചേ പറ്റുള്ളൂ. അതിന്റെ രുചി പിടിച്ചിരിക്കുന്നതുകൊണ്ട് കിട്ടുന്ന ശമ്പളം പോരാ, ആ ശമ്പളം അനക്കാതെ വെച്ചിട്ട് പാവപ്പെട്ട ജനങ്ങൾ ഒരു ആവശ്യത്തിന് വരുമ്പോൾ അവന്റെ കുത്തിന് പിടിച്ച് അവന്റെ പോക്കറ്റിൽ നിന്ന് പണം വാരിയാൽ മാത്രമേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്ന മനോഭാവത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഒരു മിന്നൽ ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് രാവിലെ കൊടുത്തിരിക്കുന്നത്. 72 ഓഫീസുകളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്ത തുക കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോവുകയാണ്. അതും നേരം വെളുത്തതേ ഉള്ളൂ. അതിനു മുന്നോടിയായിട്ട് കൈനീട്ടം വാങ്ങി കാത്തിരുന്നവരെയാണ് കൈയോടെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സർവീസിൽ ഇനി വച്ച് പൊറപ്പിക്കേണ്ട കാര്യമില്ല, എടുത്ത് ദൂരെ കളയാണ് വേണ്ടത്. കാര്യം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ നാടിന് ശാപം തന്നെയാണ്. ഓരോ കസേരയിൽ ഇരുന്ന് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട ഗവൺമെന്റ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സെർവൻസ് എന്ന് പറയുന്നവർ, ഇവർ അധികാര പരിധിയിൽ ഇരുന്നു കൊണ്ട് ജനങ്ങളെ സെർവൻസ് ആക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയതിനെ തടയിടാൻ വേണ്ടി ഈ സർക്കാർ നടത്തിയിരിക്കുന്ന ആ പിണറായിസത്തിലൂടെ സർക്കാർ ഓഫീസുകൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത് ശക്തമായിട്ടുള്ള സന്ദേശമാണ്. ഇനിയും ഇതെല്ലാം വെച്ച് നടത്തിക്കുകയാണെങ്കിൽ സർക്കാർ ശമ്പളം മേടിച്ച് ആഹാരം കഴിക്കാൻ പോകുന്നില്ല എന്നതിന്റെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് കൂടിയായിട്ടാണ് ഇന്ന് നടന്നിട്ടുള്ള ഓപ്പറേഷൻ സെക്യൂർ ലാൻഡ് എന്ന് പറയേണ്ടി വരികയാണ്.